ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള മാംഗോ ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ പെരുന്നാളൊക്കെ വരില്ലേ, പെരുന്നാളിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ മാങ്ങ ഇപ്പോൾ നല്ല സീസണാണല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിലോൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് സാഗോ റൈസ് ഉണ്ടല്ലോ, അതൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരക്കപ്പ് സാഗോ റൈസ് അതൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മറ്റേ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പാൽ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പാലിനെ അങ്ങ് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ സാഗോ റൈസ് ഞാനിതാ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ഞാനിത് അവിടെ 2 മീഡിയം സൈസിലുള്ള മാങ്ങ, നല്ല പഴുത്തിട്ടുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയുള്ള മാങ്ങ അത്ര നന്നാവില്ല ഈ ഒരു റെസിപ്പിയിലേക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മാങ്ങ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസൊന്നും ആവരുത്. ഒരു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുക്കേണ്ടത്. സാഗോ റൈസ് എന്ന് പറയുന്നത് നമ്മളുടെ സാബൂനരി ഉണ്ടല്ലോ, സേമിയ പായസത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന അതാണ് കേട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മാങ്ങ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മാംഗോ പുഡിങ്, അതുപോലെ തന്നെ പലതരത്തിൽ മാംഗോ ഐസ്ക്രീം, മാംഗോ ജ്യൂസ് വെറൈറ്റി ആയിട്ട് അങ്ങനെ എല്ലാതും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാംഗോ വെച്ചിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇപ്പോൾ ഇന്നത്തേത്. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ സാഗോ റൈസൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണിത് ട്ടോ. അത് ഞാൻ ഈ ഒരു മാംഗോയുടെ അടിച്ചെടുത്ത മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് കാഷ്യൂ, അതുപോലെ തന്നെ ബദാം, പിസ്ത അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ കയ്യിൽ ഏത് നട്ട്സൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്ലാക്ക് റൈസിൻസ് ഉണ്ടല്ലോ, അത്, ഡേറ്റ്സ്, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. നന്നായി തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് മാംഗോ ഡെസേർട്ടിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ തണുപ്പിച്ചിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മളുടെ മാംഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പെരുന്നാളിന്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ
റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ.